സർ ഈ കഴിഞ്ഞ ദിവസം അഖിൽ മാരാരുടെ ഒരു ഇന്റർവ്യൂ അല്ല, ജനകീയ കോടതി ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തുന്നത്. അതില് ഒരുപാട് കാര്യങ്ങള് അഖിൽ മാരാര് പറയുന്നുണ്ട്. പക്ഷെ അഖിൽ മാരാര് ഇങ്ങനെ ഒടിച്ച് മടക്കി നാലായി പോക്കറ്റിലിടുന്ന ടൈപ്പിലാണ് ഹാഷ്മിയുടെ ഓരോ കാര്യങ്ങളും. അത് പ്രത്യേകിച്ച് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത അതിലൊരു കോമയുണ്ട്. കോമ പ്രോബ്ലം ആണ് സ്ട്രൈക്ക് ചെയ്തത്. പക്ഷേ ഇതിൽ അടപടലം പൊളിഞ്ഞു വീഴുന്നത് അഖിൽ മാരാർ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ നിലപാടുകളും ആണ്. ആ നിലപാടുകളില്ലായ്മയെ കൃത്യമായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു വെക്കാനായിട്ട് ഹാഷ്മിക്ക് ഈ ഒരു പരിപാടിയിലൂടെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. സാറിന് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? അല്ല, എനിക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് കടുത്ത വെറുപ്പാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ സാർ? അല്ല, നമ്മളൊരു മാനുഷിക പരിഗണന ഇല്ലാതെ ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അതിക്രൂരവും പൈശാചികവുമായിട്ടാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ആ വീഡിയോ കൊണ്ടുപോയി. അതിന്റെ ഒരു കാരണം ഞാൻ വിചാരിക്കുന്നത് ഇവന്റെ വിടുക തന്നെയാണ്. കാരണം ഇവൻ നേരത്തെ ഇരുന്നിട്ട് മറ്റേ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലുള്ള ആളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മൈത്രേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഒടിച്ചു മടക്കി വിടുവായിരുന്നു എന്നുള്ളത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഹാഷ്മി താജ് ഇബ്രാഹിമിനൊന്നും അത്ര അറിവില്ല, ഇവനായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നണത് അത് ഹാഷ്മിയുടെ മനസ്സിൽ എവിടെയോ കിടന്ന് പുളക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണ ഹാഷ്മി താജ് ഇബ്രാഹിം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യയാണ്. അപ്പൊ മറ്റേ ഡിബേറ്റുകൾക്കിടക്കൊക്കെ തർക്കം ഉണ്ടായ പോലും പുള്ളി അങ്ങോട്ട് ചെന്ന് അത് മറ്റേ ഒരു ഒത്തുതീർപ്പാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നണത് ഇത് ഒത്തുതീർപ്പാക്കാനായിട്ട് അഖിൽമാരോടൊപ്പം ഒരു 2 ആഴ്ചയെങ്കിലും താമസിക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഒരാളെ നമ്മള് ഇപ്പൊ നമ്മളെന്താ പറയാ, ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലൊരു പഴയ തുണി, ദ്രവിക്കാറായ തുണി ഉണ്ടെങ്കിൽ നമ്മളതിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? അതായത് അതിങ്ങനെ കീറി അടപടലം കീറി മറ്റേ ഇതായിട്ടിരിക്കൂല. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അഴയിൽ വിരിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പാവം പിടിച്ച ന്യൂജൻ ഗാന്ധി ആയിട്ടുള്ള അഖിൽ മാരാർ എത്തിപ്പെടും. എനിക്കൊരു മനുഷ്യരോട് ഇത്രത്തോളം നമ്മൾ എന്ത് ചെയ്തു? എനിക്ക് പല രംഗങ്ങളും ഇപ്പൊ ഞാൻ വലിയ യുദ്ധത്തിൽ രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേലിലെ ഒരു കുട്ടി, അതുപോലെ നമ്മുടെ ഫലസ്തീനിലെ ഗസയിലേക്ക് കുട്ടികൾ മരിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ താലിബാനിലെ ചാട്ടവാറടികൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇറാനിലെ മറ്റേ തലവെട്ടിക്കളയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റേ ആളുകളെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചില സിനിമകളൊക്കെ ക്രൂരമായത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അതിഭീകരവും പൈശാചികവുമായിട്ടുള്ള ഒരു രംഗമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരാളെ നമ്മൾ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. പിന്നെ ഇതുപോലെ ഇല്ലാതാക്കാൻ വേണ്ടി ഇനി ആരെങ്കിലും ഒരു ജനകീയ കോടതിയിൽ വരുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത്രമാത്രം ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള നിലപാടില്ലാത്ത ഒരാള് വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സാധാരണ അതിലേക്ക് വിളിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു എടുക്കോ കഴിവോ ഒക്കെ ഉള്ള ആളായിരിക്കും. ഇത് തുടങ്ങുന്നത് തന്നെ അപമാനിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ അവിടെ 1.5 കൊല്ലം മുമ്പ് നിങ്ങൾ വന്നപ്പോ ഒരു ജാങ്കോ ജാക്കറ്റ് ഒക്കെ ഇട്ടാണല്ലോ വന്നത്. ഇപ്പൊ മറ്റേ മുണ്ട് ഷർട്ടും ആയെന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വല്ല ദാരിദ്ര്യം ഏതാണ് പുള്ളി ചോദിക്കുന്ന കാര്യം തന്നെ. പിന്നെ താങ്കൾ പറയുന്ന ആദ്യത്തെ കാര്യം തന്നെ എന്ന് പറയുന്നത് മറ്റേ ഒരു കോമയിൽ കിടന്ന് പുള്ളി കുത്തി പറയുന്നതാണ് കണ്ടത്. മനസ്സിലായ? ആ കോമയിൽ കിടന്ന് പുള്ളി കുത്തി പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ പുള്ളി വിട്ട പോസ്റ്റ് എന്ന് പറയുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധ രാഷ്ട്രീയമാണെന്ന് ഇവൻ എഴുതി വെച്ചു. നീളമേറിയ പോസ്റ്റാണ്. അതായത് 2 തരം രാഷ്ട്രീയമുള്ള, ഒന്ന് രാജ്യത്തിന് അനുകൂലമായ രാഷ്ട്രീയം, അത് BJPയുടെ രാഷ്ട്രീയം. മറ്റേത് രാജ്യവിരുദ്ധ രാഷ്ട്രീയമാണെന്ന്. അത് ശരിക്കും പറഞ്ഞ് ചോദിച്ചിട്ട് പുള്ളി പറയണത് ഒരു കോമയുണ്ട്. കോമ ഞാൻ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോമ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോമ നോക്കി നിങ്ങൾ വായിക്കണം. കോമ ഇട്ട് വായിക്കൂ, കോമ ഇട്ട് വായിക്കൂ എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ കോമ ഉണ്ടായില്ല, ഇവിടെ കുത്തു മാത്രമേ ഉണ്ടായുള്ളൂ. കത്തിക്ക് കുത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹാഷ്മി. ഹാഷ്മിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന്. ഒരാളെ നമുക്ക് കൊല്ലാം, പക്ഷെ അറഞ്ഞം പുറഞ്ഞു എന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഇതിലും ഭേദം ശരിക്കും പറഞ്ഞാൽ ഹാഷ്മി താജ് ഇബ്രാഹിം ഒരു മറ്റേ പിസ്റ്റളായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു AK-47 ആയിട്ട് വരുന്നു, തലക്ക് തന്നെ വെടിവെച്ചിരുന്നു എന്നേ കുഴപ്പമില്ല. ഇത് സത്യം പറഞ്ഞാൽ അവന് ആകെ തകർന്നു പോയി. അതായത് ഈ 2 രാഷ്ട്രീയമുള്ളൂ, ഒന്ന് രാജ്യവിരുദ്ധം, ഒന്ന് ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടുപോയില്ലേ. പിന്നെ കോമ ഇട്ടിട്ട് കുത്തിട്ടിട്ട് എന്ത് കാര്യമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്നവരുണ്ട് എന്നുള്ളതാണ് പറയണത്. അപ്പൊ രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്നവർ, രാജ്യത്തെ നന്നാക്കാൻ നടക്കുന്ന BJP മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് അതിന്റെ പുറത്ത്, എനിക്ക് തോന്നണത് ഞാൻ ഈ 24 ന്യൂസിന്റെ ഈ ജനകീയ കോടതി എടുക്കുന്ന സ്റ്റുഡിയോ കണ്ടിട്ടില്ല. എനിക്ക് തോന്നണ അതിന്റെ പുറത്ത്
ഓടിക്കളയാൻ പറ്റാത്ത എന്തോ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുള്ളി ആ മുണ്ടഴിച്ച് തലയെ കെട്ടിയിട്ട് ഓടിയാണ് അഖിൽമാരാർ. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാ. പിന്നെ ഇവൻ പറയുന്നത് ഭയങ്കരമായ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവനെതിരെ രാജ്യവിരുദ്ധ വകുപ്പുകൾ 152 എടുത്ത് എന്ത് ചെയ്തു, എനിക്കെതിരെ എടുത്തു. അങ്ങനെ ഒരു രക്തസാക്ഷിയാക്കാനുള്ള ശ്രമം നടത്തി. പിന്നെ ഇവൻ പറയുന്നത് എനിക്ക് പിണറായിയെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഞാൻ പക്ഷെ പിണറായി കുറ്റം പറഞ്ഞു. പിണറായി കുറ്റം പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലാണ് അഖിൽമാരാരെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു മൈലേജ് കിട്ടുക അതായിരിക്കുമെന്ന് തോന്നിയിട്ട് വായി തോന്നിയ മണ്ടത്തരങ്ങളൊക്കെ എന്ത് ചെയ്തു, വിളിച്ചു പറഞ്ഞു. പിണറായി ആയതുകൊണ്ട് വേറൊന്നും ചെയ്തില്ല, അത്ര ഉള്ളു കാര്യം. മനസ്സിലായ? പിണറായിയും CPM ഒക്കെ വിചാരിച്ചാൽ ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ പറ്റും, പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. പിന്നെ അപ്പൊ തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ വിഡ്ഢി കിടന്ന് ചലച്ചിട്ട് എന്ത് പ്രശ്നം ഉണ്ടാകാൻ. ശരിക്കും പറഞ്ഞാൽ പിണറായിയുടെയൊക്കെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എതിർത്താണ്. കൊള്ളാവുന്ന ആരെങ്കിലും എതിർക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗോവിന്ദച്ചാമിയെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കതൊരു അംഗീകാരം ആണല്ലോ. ഇപ്പൊ ഒരു പോലീസുകാരനോട് എന്ത് ചെയ്യുന്നു, ഒരു കള്ളനോ കൊലപാതകോ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനോ ഒക്കെ വിരോധം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവന്റെ പൊൻതൂവലാണ്. അപ്പൊ അതുപോലെ പുള്ളി വിചാരിച്ചാൽ മതി. പിന്നെ അടുത്തത് പുള്ളി പറയുന്നത്, പുള്ളി ഗാന്ധിജിയെ കൂട്ടുപിടിക്കുകയാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഗാന്ധിജി നിലപാട് മാറ്റിയിട്ടുണ്ട്, സത്യത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നിലപാട് മാറ്റിയിട്ടുണ്ട്. അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് പുള്ളിയുടെ ലക്ഷ്യം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് പുള്ളി പറഞ്ഞ അടുത്ത വാചകം എന്താ അറിയാം? അതാണ് ഇതിന് വേറൊരു ഭാഗം. അത് രണ്ടും കൂടി ചേർത്ത് വെച്ചൊരു റീല് വിടണ്ടായിരുന്നു. പുള്ളി പറയണത് തൃക്കാക്കരയിൽ മത്സരിക്കാൻ അല്ല, പുള്ളി ശരിക്കും മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചത്. പുള്ളി അതിനുശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തൃപ്പൂണിത്തറയിൽ കിട്ടുമെന്ന് വിചാരിച്ചു, അതും കിട്ടിയില്ല. അതും കാക്ക കുത്തിക്കൊണ്ടുപോയി. അതിനുശേഷം അഞ്ജലി കുത്തിക്കൊണ്ടുപോയി. അപ്പൊ അതിനുശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആയ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു, തൃക്കാക്കരയിൽ വന്നു നിന്നു എന്നാണ് പുള്ളി പറഞ്ഞുതരാം. നമ്മളോടൊക്കെ നേരത്തെ പറഞ്ഞു. ഒരു വീഡിയോ കാണിക്കുന്നു, അതായത് സത്യത്തിനൊപ്പം നിൽക്കാൻ പോണവന്റെ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിം അതിനേക്കാൾ ഭേദം അവൻ എന്ത് ചെയ്യുന്നതായിരുന്നു, വാളെടുത്ത് വെട്ടിക്കൊല്ലുന്നതായിരുന്നു. ആ വീഡിയോയിൽ ഒന്ന് പ്രസംഗിക്കണേ. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കിറ്റക്സ് സാബു ജേക്കബിന്റെ അടുത്ത് ചോദിച്ചു, തൃക്കാക്കര തരുമോ എന്ന് ഞാൻ എന്ത് ചെയ്യും, തൃക്കാക്കരയിൽ ഞാൻ നിൽക്കാം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞവനാണ്. ഒരാഴ്ച മുമ്പ് അവൻ പറഞ്ഞത് എന്താ, എനിക്ക് കൊട്ടാരക്കരാന്ന് പറഞ്ഞു, അത് തന്നില്ല. ലാസ്റ്റ് എനിക്ക് നിവൃത്തിയില്ലാതാക്കി. പിന്നെ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ബെഗ് ചെയ്തു, അതും തന്നില്ല. തൃക്കാക്കര കൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞവൻ ഇവിടെ നിന്ന് പ്രസംഗിക്കണ് തൃക്കാക്കരയിൽ നിന്നാൽ എന്ത് ചെയ്യും, ജയിക്കുമെന്ന്. പിന്നെ അവൻ അതിന് ന്യായീകരണം പറയണത് എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയണെന്ന് വെച്ചാൽ തൃക്കാക്കരയിൽ അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 25 കുറെ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്, 10,000 വോട്ട് അവിടെ ചേർക്കണമെന്ന് പറയുന്നു. ആര് ചേർക്കും? അവിടെ ആകെ 2 പ്രവർത്തകരെ ഇന്നപ്പോ ഉണ്ടായിരുന്നു തോന്നി. പിന്നെ ആര് ചേർക്കും? 10,000 വോട്ട് ചേർക്കണം. പിന്നെ ഇപ്പോഴേ എന്ത് ചെയ്യണം, മറ്റേ പ്രഖ്യാപിക്കണം. ഇപ്പൊ സ്വന്തം ഫ്ലാറ്റിൽ തന്നെ, ഇവന്റെ ഫ്ലാറ്റിൽ തന്നെ 350 വോട്ടുകളുണ്ട്. പക്ഷെ 45 പേർക്ക് വോട്ടുള്ളൂ എന്നാണ്. ആ വോട്ടൊക്കെ ചേർക്കാതിരുന്ന നന്നായി. കാരണം ആ വോട്ടുകൾ ഒരെണ്ണം പോലും ഇവന് എന്ത് ചെയ്യൂല, കിട്ടൂല. അങ്ങനെ കുറെ നിർബന്ധങ്ങൾ എന്ത് ചെയ്തു വെച്ചു എന്നുള്ളതാണ് ഈ പൊങ്ങൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നെ പൊളിക്കല്ലേ, സാബു രക്ഷപ്പെടും. അതൊരു കരച്ചിലായിരുന്നു. നിങ്ങൾ എന്നെ പൊളിക്കല്ലേ, പ്ലീസ് എന്നെ പൊളിക്കല്ലേ. പെരുങ്കള്ളനായിട്ടുള്ള സാബു എന്ത് ചെയ്യും, രക്ഷപ്പെടും. ഞാൻ പറയണത് ശരിക്കും പറഞ്ഞാൽ അഖിൽമാരായിട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. തൃക്കാക്കര തൃപ്പൂണിത്തറ കിട്ടിയില്ലെങ്കിൽ തൃക്കാക്കര കിട്ടിയല്ലോ. 2-ലും 3 ഉണ്ടല്ലോ. 2-ലും ആദ്യമേ 3 ഉണ്ട്. അപ്പൊ അത് വിചാരിച്ചങ്ങോട്ട് എന്ത് ചെയ്താൽ മതി. പിന്നെ പുള്ളി പറയണത് കേരളത്തിലെ കപട മതേതര ആളുകളാണെന്നാണ് പറയണത്. കൂടാതെ പുള്ളി ചോദിക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഹാഷ്മി ഇപ്പൊ മാതൃഭൂമി ഇട്ട് 24 ന്യൂസിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് 5 ലക്ഷം രൂപ ശമ്പളം, ശ്രദ്ധിച്ചേക്കണോട്ടത്. ഹാഷ്മി താജ് ഇബ്രാഹിമിന് 24 ന്യൂസുകാർ വിളിക്കുന്നു, കണ്ട് ഇവിടെ 5 ലക്ഷം രൂപ ശമ്പളം തരാന്ന് പറഞ്ഞത്, ഇവിടെ വരുമ്പോൾ അത് തരില്ല എന്ന് പറയണത്, നിങ്ങൾ അവിടുത്തെ ജോലിയും വിട്ടു, അത് മോശമല്ല എന്ന് പറയണം. വരികൾക്കിടയിലൂടെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞേ, മനസ്സിലായ? ഏത് നിങ്ങളിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരൂ, ഞാൻ കയ്യിൽ നിന്ന് കാശും മുടക്കാം എന്ന് എന്ത് ചെയ്ത് പറഞ്ഞു. അതായത് കുറച്ച് ചില്ലറയെ സാബു കൊടുക്കണം,
ഉം. സീറ്റും കൊടുക്കണം, ഞാൻ ഇവിടെ വന്ന് കിടന്ന് എന്ത് ചെയ്യാം, ഉം. മെഴുകാം എന്നാണ് പുള്ളി വിചാരിച്ചത്. പിന്നെ 21,000 വോട്ട് ചെറിയ വോട്ടല്ലെന്ന പുള്ളി പറഞ്ഞ. അതിനു മുമ്പ് 2 പാർട്ടികൾ കൂടി 30,000 കിട്ടിയതാണ്. പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞ മറ്റേ പിഴിഞ്ഞി അഴയിൽ ഇട്ടേക്കണവനെ പിന്നെയും ആഷ്മി എന്ത് ചെയ്യണേ, കോടാലിക്ക് വിട്ടുകയാണ്. മറ്റേ തെലുങ്ക് സിനിമയിലൊക്കെ കാണൂല, മറ്റേ ബാലയ്യയുടെ ഒക്കെ കയ്യിലിരുന്ന ഐറ്റംസ് കണ്ട ഉം. അതുപോലെ വെട്ടുകയാണ്. എന്താ വെട്ടിയെന്ന് അറിയാമോ? ബൈക്കിന്റെ കഥ. ബൈക്ക് വിറ്റിട്ട് ബൈക്ക് വിറ്റിട്ട് ഉം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നാണല്ലോ പറഞ്ഞത്. അതെ. നോമിനേഷൻ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം ഇവന്റെ അക്കൗണ്ടിലേക്ക് കിറ്റക് സാബ് 5 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. നോമിനേഷൻ കൊടുത്തതിന്റെ ഉം. തൊട്ടടുത്ത ദിവസം കിറ്റക് സാബ് 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ അവൻ ചോദിക്കണേ, ഉം. അതങ്ങനെ എടുത്ത് ചെലവാക്കാൻ പറ്റും, അതിനെ കണക്ക് വേണ്ടി. അപ്പൊ കണക്കില്ലാതെ ഇവന് ചെലവാക്കാൻ വേണ്ടി പുള്ളി കാശ് കൊടുക്കണമെന്നാണ് ഇവൻ പറയണത്. എന്തൊരു ശരിക്കും പറഞ്ഞാൽ കാശ്മീർ അടുത്ത ഡയലോഗ് കൂടി ഇവനൊന്ന് നിരസിച്ചാലോ. കാശ്മീർ കൂടി ചെറിയ ആവേശം കൊണ്ട് ചെറിയൊരു തകരാറ് പറ്റി. ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റിങ്ങ കിട്ടാൻ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കണം, നമ്മൾ പതിയും കൊടുക്കണം. അത് പറയട്ടെ എന്ന് ഇരിക്കണം. കാശ്മീർ പക്ഷെ ചാടിക്കയറി, ഇവനത് നിരസിക്കാൻ വേണ്ടി വന്നപ്പോൾ കാശ്മീർ ചാടിക്കയറി ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ കാണിച്ചു തന്നെ അതിന്റെ ഡോക്യുമെന്റ് എന്ന് ചോദിച്ചു. ഞെട്ടി. കാരണം മനസ്സിലായി തലേദിവസം കാശ്മീർ പിന്നെ സാബുവിനെ വിളിച്ചിട്ട് കാശ്മീർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സാധനം. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഹൻലാലിനെ മറ്റേ ഈ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ് തേന്മാക കുപ്പത്ത് കെട്ടിയിടൂലേ, അതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കണായിരുന്നു. അവിടെ ഇരിക്കണ്ടെന്ന് മാത്രമല്ല, അവരെ സത്യം പറഞ്ഞ ഇങ്ങനെ കെട്ടിയിട്ടേക്കണായിരുന്നു. അടിച്ചോ വല്ല കാര്യമാണ്. അതായത് ഇവര് എന്ത് തിരിമുടിച്ചാണല്ലോ നമുക്ക്. ഞാൻ സത്യം പറഞ്ഞു വിചാരിച്ച അവൻ ബൈക്ക് വിറ്റുണ്ടാവും എന്നാണ്. പക്ഷെ അത് ബൈക്ക് വിൽക്കേണ്ട പോലും ആവശ്യമില്ല. കാരണം ഇവന്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്തു, നോമിനേഷൻ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം 5 ലക്ഷം രൂപ എന്ത് ചെയ്തു കൊടുത്തു. ഞാൻ വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും സാബ് കൊടുത്തത്. അപ്പൊ ആദ്യത്തെ ചെലവിനായിരിക്കും ഇവൻ എന്ത് ചെയ്തെന്നാണ്. സത്യം പറയണെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചു പോയി ഇന്റർവ്യൂ ഒന്നും കണ്ട. ലൈവായിട്ടെങ്ങാനും ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയത്. കാരണം ഒന്നറിയാം, ഈ LTTക്കാരൊക്കെ പണ്ടൊരു പരിപാടിയുണ്ട്, താങ്കൾക്ക് അറിയാമെന്നറിയില്ല. സയനൈഡ് അവര് ഒരു ചെറിയ ഇതില് ഒരു ഇത്രയുള്ള ഇതില് ഗ്ലാസ് ഇതില് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഗുളികയൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, കെട്ടിത്തൂക്കിയിടും. എന്താണെന്ന് വെച്ചാൽ പിടിക്കപ്പെടും എന്ന് ഉറപ്പായാൽ അപ്പൊ തന്നെ അവര് കടിച്ച്. കാരണം എന്ന് വെച്ചാൽ അത് കടിക്കുമ്പോ എന്താന്ന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് പൊട്ടി നാക്കില് കയറുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആ മുറിവിലൂടെ ഈ സയനൈഡ് ചെല്ലുമ്പോൾ പിന്നെ 1 സെക്കൻഡ് പോലും എടുക്കൂല. അപ്പൊ തന്നെ ആളെന്ത് ചെയ്യും, അത് വല്ലതും കഴുത്തെ തൂക്കിയിട്ടാണ് ചെല്ലേണ്ടത്. ഒരെണ്ണം അത് മേടിച്ചിട്ട് എന്ത് ചെയ്യണമായിരുന്നു, കഴുത്തെ തൂക്കിയിട്ട്. എന്നിട്ട് ഇത്രയും സംഭവിക്കുമ്പോ എന്ത് ചെയ്യണം, നമ്മുടെ പരിചയക്കാരൻ ജിൻഡോനോട് എനിക്ക് വലിയ സഹതാപം വന്നു. കാരണം ജിൻഡോ അത്രയും അറുത്തു മുറിച്ചില്ല. അപ്പൊ ബൈക്ക് വിറ്റൊക്കെ കഥ പൊളിഞ്ഞു. പിന്നെ കാശ്മീർ താജ് ഇബ്രാഹിം പറയണേ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മണ്ണാകെട്ടയാണ്. ഒരാളോട് ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ അരുൺകുമാറിനെ അവതരിപ്പിക്കുന്ന ഈ ഇത് കണ്ടിട്ടുണ്ട്, ജനകീയ കോടതി കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹാഷിമി താജ് ഇബ്രാഹിം ഒരാളോട് ഇതുവരെ ഇങ്ങനെ പെരുമാറിയാൻ കണ്ടിട്ടേ ഇല്ല. പ്രത്യേകിച്ചും ഓക്കെ അരുൺകുമാറെ കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല. ഈ പോഴനാണ് പറയണത് അരുൺകുമാർ വാർത്ത വായിക്കണോന്ന്. ഇത് 1000 വോട്ടുകൾക്ക് എന്ത് ചെയ്യുന്നു, അതാ മറ്റേ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ 45 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ത് ചെയ്യുന്നു, ഇതാ ലീഡ് ചെയ്യുന്നു. 45 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ റൗണ്ട് എണ്ണിയപ്പോൾ 2000 വോട്ടുകൾക്ക് 5000 വോട്ടുകൾക്ക് എന്ത് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. അതായത് മറ്റുള്ളവന് വോട്ടൊന്നും കിട്ടിയിട്ടില്ലെന്നാണ്. പിന്നെ 3ാമത്തെ റൗണ്ട് എണ്ണുമ്പോഴേക്ക് 50,000 വോട്ടുകൾക്ക് എന്ത് ചെയ്യുന്നു. ഹാഷിമി താജ് ഇബ്രാഹിം പറയണേ വോട്ട് 21,000 അത്ര കുറവല്ലെന്നോ ഞാൻ പറയണേ. തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എന്നിട്ട് ഇവൻ പറയണത് കൊട്ടാരക്കരയിലാണെങ്കിൽ മലം മറിച്ചേനെന്നാണ്.
സത്യം പറയട്ടെ, ഞാൻ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ അടുത്തത് ഇവൻ പറയണേ 3 കോടി രൂപ മേടിച്ച് എന്റെ പേരിൽ മേടിച്ച് പുട്ടടിച്ച് നാല് മറ്റേ 40 കോടി 19 മണ്ഡലങ്ങളിൽ നിന്ന് മേടിച്ച് മറ്റേ ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ട് മറ്റേ ഇതാന്നുള്ളത്. പിന്നെ ഇങ്ങനൊരു മനുഷ്യനെ ഇട്ട് നമ്മൾ എന്ത് ചെയ്തു? ഞാനാണെങ്കിൽ പോലും സത്യം പറയട്ടെ, ഞാൻ ഇത്രത്തോളം എന്ത് ചെയ്യില്ല, അടിച്ച് തകർക്കണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ തകർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണത് ഹാഷ്മി താജ് ഇബ്രാഹിം ജയന്റെ സിനിമയെങ്കിലും കാണണമെന്നാണ്. ജയന്റെ നസീറിന്റെ പഴയ സിനിമ ഉണ്ടല്ലോ, വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റവനും പറയണേ പിന്നെ അടിച്ചിട്ടിട്ട് വീണ് കിടക്കുന്ന ഒരേ ഫാദർ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ആയില്ലെങ്കിൽ വീണ് കിടക്കുന്നവരെ എന്ത് ചെയ്തത്? ചവിട്ടിക്കൂട്ടും, അടിച്ചോ പിന്നെയും. പക്ഷെ എന്ത് ചെയ്തു? കൂട്ട്. ഇനി നിലപാട് 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 എന്ന് പറഞ്ഞപ്പോ കാശ്മീർ താജ് ഇബ്രാഹിമിന്റെ ഡയലോഗ് കേട്ടാ, ഇത് നിലപാടല്ലെന്നേ, ഇത് പലപാടാണ്. ഇത് ആശയമല്ലെന്നേ. ഇത് എന്ത് ആശയം? നിങ്ങൾക്ക് ആശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തേ ഉള്ളു? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പണത്തോടുള്ള ആക്രാന്തം മാത്രം. ഇതേപോലെ ഇന്റർവ്യൂ താങ്കളത് കാണണോട്ടോ. അത് ഒരിക്കലും താങ്കൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ഒരിക്കലും ശ്രദ്ധിച്ച് കാണണം. ഇനി അടുത്തത് സവർക്കറുടെ ആരാധകനാണ് പുള്ളി. പുള്ളി മറ്റേ ഗാന്ധിജിയുടെ അത്ര ആരാധകനല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളി ഇവൻ തന്നെ പറയണേ സവർക്കർ ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു. പിന്നെ പറയണേ ഒരു കാര്യം സത്യസന്ധമായി ഈ വീഡിയോയിൽ അവൻ പറഞ്ഞിട്ട്, അതിൽ ഞാൻ അവനാ ശരിക്കും ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കേണ്ടതാണ്. ക്യാമറ ഇല്ല പറ്റാത്തതുകൊണ്ടാണ്. ശരിക്കും അഭിനന്ദിക്കേണ്ടതാണ്. അതെന്താണെന്നറിയാമോ? സവർക്കർ 9 മാപ്പ് എഴുതി കൊടുത്ത ഞാനാണെങ്കിൽ 500 മാപ്പ് എഴുതി കൊടുത്താല് സത്യം. ഒരു സീറ്റ് കിട്ടാൻ ഇത്തരം കള്ളം പറയുന്നവനാ ആൻഡമാൻ നിക്കോബാർ ജയിലിലെ കാലാപ്പാനി ജയിലിലൊക്കെ അടച്ചാനുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. 500 അല്ല, ശരിക്കും പറഞ്ഞാൽ മനോരമയിലേക്ക് ഒരു ദിവസം വന്ന മറ്റേ ലോറി ഉണ്ടല്ലോ, മറ്റേ കോട്ടയത്താണല്ലോ കൊടുക്കണം മറ്റേ ഇത് പേപ്പർ. അത്തി കൂടുതൽ പേപ്പർ കൊടുത്ത് അതിൽ മുഴുവൻ എന്ത് ചെയ്താണ്? അല്ല, ഒരു സീറ്റ് കിട്ടാൻ ഇത്രയും കിടന്ന് പണിപ്പെടുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും വേറൊരു പ്രസ്താവന ഉണ്ട് രാവിലെ. അതും കൂടി കേട്ടപ്പോ എനിക്ക് പൊട്ടിച്ചിരിക്കാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ പല ടെൻഷനും ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യണം. റോബിൻ രാധാകൃഷ്ണൻ ഇവനെ പോലെയുള്ളതാണ്. ഇനി ഞാൻ ശബ്ദിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. ഇതുവരെ അതാണ് ചോദ്യം. ഇതുവരെ പിന്നെ എന്റെ പൊന്നോ, ഞാൻ മറ്റേ നമ്മുടെ ജിൻഡോ വന്നിരുന്നപ്പോ ഇവന്റെ ഡയലോഗാണ്. സവർക്കർ എന്നൊക്കെ പറയുന്ന ആരാണെന്ന് അറിയാമോ? അദ്ദേഹം മറ്റേ ഇതാണെന്ന് തോന്നി. ഇവൻ സവർക്കറെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് വാചകങ്ങളൊക്കെ പറഞ്ഞു, അതൊന്നും പറയണ്ട. അങ്ങനെ 32 കൊല്ലത്തോളം, അതായത് 13 കൊല്ലത്തോളം പുള്ളി ജയിലിൽ കിടന്നു. അതിനുശേഷം വീട്ടു തടങ്കലിലായിരുന്നു എന്നൊക്കെ പറയുന്ന കഥയൊക്കെ ഇവൻ എന്ത് ചെയ്തു? ചെറുതായിട്ട് എവിടെ നിന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ മറ്റേ സെയ്ദ് അലാവുദ്ദീൻ ഹൈദരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. ആര്? സെയ്ദ് അലാവുദ്ദീൻ എന്നല്ല, മൗലാന അലാവുദ്ദീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. ഹൈദരെ കുറിച്ച് കേട്ടിട്ടുണ്ടാന്ന് ജിൻഡോ വന്നിട്ട് ചോദിച്ചു. അതാരാ? ശരിക്കും പറഞ്ഞാൽ ഇവൻ വിചാരിച്ചത് ജിൻഡോയുടെ കുഞ്ഞമ്മയുടെ മോനായിട്ടായിരുന്നാണ്. പിന്നെ ജിൻഡോ ജോണിന് കേട്ടപ്പോ ഇവന് മനസ്സിലായി പിന്നെ അങ്ങനെ ആകാൻ സാധ്യതയില്ല, മിക്കവാറും ഹാഷ്മിയുടെ കുഞ്ഞമ്മയുടെ മോനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ശരിക്കും അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും ചെറുതായി കാണുകയല്ല, അങ്ങനെ വിചാരിക്കരുത്. കുഞ്ഞമ്മയുടെ പിന്നെ ആകെ അമ്പരപ്പിലായിപ്പോയി. ഹാഷ്മി അതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഇത് എഡിറ്റ് ചെയ്തിട്ട് വിടുന്നതാണ്. അടുത്തത് ഈ മൗലവി അലാവുദ്ദീൻ ഹൈദർ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രീച്ചായിരുന്നു, മുസ്ലിം പണ്ഡിതരായിരുന്നു. അദ്ദേഹം മറ്റേ മെക്കയിലാണ്, മറ്റേ അവിടുത്തെ ഒരു മോസ്കിൽ എന്താണ് പണ്ഡിതനായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും 32 കൊല്ലം ജയിലിൽ കിടക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ ചരിത്രം ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇവന്റെ ബോധമില്ലായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വീണ്ടും ആ പേര് പറയാൻ വന്നപ്പോ ഇവര് കിട്ടുന്നില്ല. ഇപ്പൊ ആരോ ഒരാളുടെ പേര് എന്ത് ചെയ്തു? ഹാഷ്മിയുടെ അമ്മാവന്റെ ആരുടെയോ പേര് എന്ത് ചെയ്തു? സത്യം പറഞ്ഞാൽ ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. നമ്മുടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ അവിടെ തൊലിക്കെട്ടി മത്സരം നടത്തി. അപ്പൊ ഒരുത്തും കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവൻ തെളിയിച്ചത് അവനൊട്ടും തൊലിക്കെട്ടി
ഇല്ലെന്ന്. ഇല്ലെന്നാണ്. 4 പെഗ്ഗടിച്ചിട്ട് അങ്ങ് കയറിയതാണ്. കാരണം വെച്ചാൽ തൊലിക്കട്ടി ഉണ്ട്, എന്തും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഇവൻ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നു കാണിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇവന്റെ അടുത്ത ഡയലോഗ് അതും കേൾക്കണോട്ടെ. അതിൽ നിന്ന് ഇവന്റെ വിവരക്കേട് മൊത്തം മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് കണ്ണുടച്ചിട്ട് പറഞ്ഞത്, കണ്ണ് സഹിക്കാൻ വയ്യ. ഒരാളെ കുറിച്ചല്ലേ നമ്മളിപ്പോ, ഒരു മനുഷ്യജന്മല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്തത് ഇവന്റെ ഡയലോഗ് കണ്ട, ഉത്തർപ്രദേശിലെ സ്കൂളുകളിൽ നിങ്ങൾ വികസനം 80% മറ്റേ നരേന്ദ്രമോദിയൊക്കെ ചെയ്തതിനെ അനുകൂലിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഏത് സംസ്ഥാനത്താണോ ഒന്ന് വികസനം ഒന്ന് പറയാൻ പറ്റും? ജപ 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 ജപ, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അടുത്തത് നിങ്ങള് ഉത്തർപ്രദേശിനെ കുറിച്ചാണ് പറയണം. അവിടുത്തെ ഒരു സ്കൂളിൽ ഈ പറഞ്ഞ പോലെ കരിഞ്ഞ റൊട്ടിയും മറ്റേ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും മികച്ച നന്നായി ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്കൂളിൽ ഇതാ കൊടുത്തത്. അപ്പൊ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞപ്പോ ഇവൻ അടുത്തത്, കേരളത്തിൽ രാജാക്കന്മാരൊക്കെയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ ഭാഗ്യത്തിന് ആ മണ്ടത്തരം പറയാൻ സമ്മതിച്ചില്ല മുഴുവനായിട്ടും. രാജാക്കന്മാരെ കോൺട്രിബ്യൂട്ട് ചെയ്ത് 1957 അധികാരത്തിൽ വന്ന് EMS സർക്കാരിലേക്ക് കൊടുക്കരുതെന്നും പറയാൻ വേണ്ടി വന്ന് ഭാഗ്യത്തിന് അത് പറയിപ്പിച്ചില്ല. അത് പറയിപ്പിക്കാതെ കാശ്മീർ ഇടപെട്ട് അവനെ രക്ഷിച്ചു. പക്ഷെ ഇവനല്ലേ, ഞാൻ കുഴിയിൽ വീണിട്ട് ഇറങ്ങുന്നാണ് ഇവൻ പറഞ്ഞത്. ഞാനില്ല, ഞാൻ ചാടും. മോഹൻലാൽ ഒരു സിനിമ പറയണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്ന് ചാടും എന്ന് പറയുന്നുണ്ട്. മറ്റേ എന്ത് ജയിലിൽ നിന്ന് ചാടും എന്ന് മോഹൻലാൽ പറയുന്നത്. അതുപോലെ ഇവൻ പറഞ്ഞില്ല, ഞാൻ കുഴി ചാടും, ഞാൻ ചാടാൻ കുഴി ചാടും, ഞാൻ നാണം കെടും. അല്ലെ, നാണം കെടാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് ഇവൻ. അടുത്തത് ഇവൻ പറയണേ, അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ രാജാക്കന്മാർ ഇവിടെ എന്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നു, EMS സർക്കാർ ഭൂപരിഷ്കരണം നടത്തിയിട്ട് ഇവിടെ എന്ത് ഡെവലപ്മെന്റ് വന്നു എന്നൊക്കെ ഇവൻ പഠിക്കേണ്ടതാണ്. അത് പോട്ടെ, അതൊന്നും നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായി? ഇവന്റെ അടുത്ത ഡയലോഗാണ്, നിങ്ങൾ ഇപ്പൊ ഒരു ക്യാമറ എടുത്തിട്ട് വന്നിട്ട് ഒരു സാധനം കാണിച്ചിട്ട് അവിടെ ഇതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഇവന്റെ ഉദാഹരണമാണ്. നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് 24 ന്യൂസിന്റെ ബാത്റൂം എടുത്ത് കാണിച്ചിട്ട് ഇതാണ് 24 ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ നെഞ്ചിരിപ്പ് കൂടിയായിരുന്നു. അപ്പൊ ശരിക്കും അപ്പൊ എനിക്കറിയുന്ന മറുപടി പറയാൻ, അപ്പൊ ഉടനെ തന്നെ ഇവരുടെ ഡയലോഗാണ് ജിൻഡോന്റെയും കാശ്മീർ. അതിനാണ് അങ്ങനെ ക്യാമറ എടുത്ത് കാണിച്ചു ഇതാണെന്നും പറഞ്ഞുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. അതിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഒഫീഷ്യൽ റെക്കോർഡ് ഉള്ളത്. നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. കാണാത്ത പോലെ അഭിനയിച്ചേക്കാം, ചിലപ്പോ പോയിക്കൂടുമായിരിക്കും. പോകൂലല്ലോ, ക്യാമറ ഇരിക്കണല്ലേ അവിടെ. കേട്ടിട്ടില്ല? നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഏത് ഘട്ടത്തിലാണ് കേരളത്തെക്കാൾ മുൻപന്തിയിലുള്ളത്? കേരളത്തിലെ ഏറ്റവും മോശം സ്കൂളിൽ പോലും ഇതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ